ഹായ് ഫ്രണ്ട്സ്. ഹായ്. ഇവൻ ഏതാണ് ഈ കാട്ടു ബ്രാൻഡ്? മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. ചപ്പാത്തിക്ക് കടലക്കറി, പിന്നെ ചില ദിവസം ബിരിയാണി ഉണ്ടാവും. എനിക്ക് ഒരു 6 പൊറോട്ട, ഇവിടെ ഒരു 4 പൊറോട്ട. എക്സ്ക്യൂസ് മീ, കറി ഐറ്റംസ് എന്തെല്ലാം ഉണ്ട്? ബിരിയാണി ഉണ്ടാവും, ചില ദിവസം മട്ടൺ, ചില ദിവസം മീനാണ്. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത് ഒരു നെഗറ്റീവ് ഞാൻ കണ്ടില്ല. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. വെരി നൈസ് ഫെലോ. മഴ വരുമ്പോ ജയിലിലേക്ക് പോവാണ്. എന്ത് വരുമ്പോ മഴ വരുമ്പോ ജയിലിലേക്ക് പോവാ. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? സുഖമായ ജീവിതം, ഒരു ചടവുമില്ല. കറണ്ട് ഫുൾ ടൈം, മറ്റേ എന്താണ് ഫാന് എല്ലാം ഉണ്ട്. നാട്ടിൽ വഴക്കും വെക്കാണോ എന്ന് നടന്ന കേശവൻകുട്ടി ഈ നിലയിലാവുമെന്ന് ആരെങ്കിലും കരുതിയോ? എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ? കളനെ പിടിക്കും. അതിലൊരു ആളുടെ നല്ല ഗ്ലാമറുള്ള ആള്. ഞാൻ അടുത്ത തൊഴിലോ അല്ലെങ്കിൽ അടുത്ത മമ്മൂട്ടിയാണോ. വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ. ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. ഒരു എല്ലാം ചെയ്തു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്താണ് വെറുതെ ചിരിക്കുന്നത്? പിന്നെ ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാൽ മതി. അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ശരിക്കും വേണ്ട. സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ ജയിലിൽ കിടക്കണം. പലരും മഹാന്മാരായ തന്നെ അങ്ങനല്ലേ. പിന്നെ നമ്മളെ ആൾക്കാർ നടക്കുമ്പോ ജയിലിലെ ആൾക്കാർ ഫാൻസ് ആറാട്ടം അവിടെ ഭയങ്കര ഫാൻസാണ്. 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. അവിടെ ഫാൻസ് പോലീസുകാർക്ക് എല്ലാം അറിയാം. അതെ, യെസ്, തീപ്പന്തലിൽ എഴുന്ന രാജ് ബോസ് ആരാധകരെ കണ്ട. യെസ്, എനിക്ക് ജലദോഷമുള്ള. അവിടെ ഫാൻസ് ഞാനൊരുമാതിരി നല്ല ഫേമസ് ആണ് കേട്ടോ ഇവിടെ. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ അപ്പൊ കാണാം. സി യു, ബൈ.